ആണല്ലോ. ഒരുപാട് മനുഷ്യർ അതുകൊണ്ട് കഷ്ടപ്പെടുവാണെന്ന് നമുക്കറിയാം. എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ചിലപ്പോൾ ഞാൻ ചിന്തിക്കും, എന്നാൽ ദൈവം അറിയാതെ ലോകത്തൊന്നും സംഭവിക്കുന്നില്ല. ദൈവം എല്ലാം നന്മയ്ക്കായാണ് ചെയ്യുന്നത്. ഇതൊരു കൊച്ചു കഥയിലൂടെ നമുക്കിത് മനസ്സിലാക്കാം. ഒരു കാട്ടിൽ അവിടെ ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു. അവരെല്ലാം നല്ല ഭംഗിയുള്ളതും നല്ല ഉയരമുള്ളതുമായിരുന്നു. എല്ലാ ഇടയിലോട്ടും ഭംഗിയില്ലാത്ത പൊക്കമില്ലാത്ത ഒരു മരം ഉണ്ടായിരുന്നു. ബാക്കി ആ ഭംഗിയുള്ള മരങ്ങൾ എപ്പോഴും ആ ഭംഗിയില്ലാത്ത മരത്തിന്റെ അടുത്ത് കളിയാക്കും. അയ്യേ, നിന്നെ കാണാൻ ഒട്ടും ഭംഗിയില്ലല്ലോ, നിനക്കൊട്ടും പൊക്കമില്ലല്ലോ, നിന്നെ എന്തിനു കൊള്ളാം. അപ്പൊ ഭംഗിയില്ലാത്ത മരത്തിന് ഭയങ്കര വിഷമം വരും. ദൈവമേ, എന്തിനെന്നെ എങ്ങനെ സൃഷ്ടിച്ചേ? ഭംഗിയുള്ള മരത്തിനെ പോലെ എന്നെ കൂടെ സൃഷ്ടിക്കാമല്ലായിരുന്നോ? ദൈവത്തോട് കരഞ്ഞോണ്ടേയിരിക്കും പറഞ്ഞോണ്ട്. ഒരു ദിവസം ആ കാട്ടിൽ ഒരു മരം വെട്ടുകാരൻ വന്നായിരുന്നു. ആ മരം വെട്ടുകാരൻ നല്ല നല്ല മരം നോക്കി വെട്ടാൻ തുടങ്ങി. ആ ഭംഗിയില്ലാത്ത മരത്തിന്റെ ചുറ്റിലുള്ള എല്ലാ മരങ്ങളും വെട്ടി. അപ്പൊ ഭംഗിയില്ലാത്ത മരത്തിന് ഭയങ്കര പേടി വരും. അയ്യോ, ഇനി എന്നെയും കൂടെ വെട്ടുവോ? ഞാൻ പേടിച്ചിരിക്കും. ആ മരം വെട്ടുകാരൻ മറ്റു മരങ്ങളെ വെട്ടിയതിനു ശേഷം ആ ഭംഗിയില്ലാത്ത മരത്തിന്റെ അടുത്ത് ചെന്നു. താഴെ തൊട്ട് മേളി വരെ നോക്കി. എനിക്ക് പറഞ്ഞു, ഓ, ഈ മരത്തിനെ വെട്ടിയിട്ട് എന്നാ ചെയ്യാനാ? ഇതിനൊട്ട് ഭംഗിയില്ല, ഇതിനൊട്ട് പൊക്കവും ഇല്ല. ഞാൻ എന്തിനെ മരം വെട്ടും? ഇതുകൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അയാൾ ആ മരം വെട്ടാതെ പോയി. എനിക്ക് മരം മോദം രക്ഷപ്പെട്ടു. തനിക്ക് പൊക്കവും ഭംഗിയും ഇല്ലാത്തോണ്ടാണ് താൻ രക്ഷപ്പെട്ടെ എന്നാ മരത്തിന് മനസ്സിലായി. പിന്നീട് ഒരിക്കലും തന്റെ രൂപത്തെ കുറിച്ച് വിഷമിച്ചിട്ടേയില്ല. ദൈവം എല്ലാം നന്മയ്ക്കായാണ് ചെയ്യുന്നത് എന്നവന് മനസ്സിലായി. നമ്മൾ കടന്നു പോകുന്ന ഈ സാഹചര്യങ്ങൾ എത്ര മോശമാണെങ്കിലും ദൈവത്തിന് അതൊക്കെ നന്മയാക്കി ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ നിരാശപ്പെടാതെ കൂടുതൽ ആശ്രയിക്കാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. All things work together for good to those who love God, to those who are the called according to His purpose. Romans